പ്രസവിച്ചാൾ മറിയാം ദൈവത്തെ, എന്നേൽക്കാത്തവനന്യന്താ അവനീശൻ ഈശൻ ആത്മജനും. പിന്നെന്താണ്? എന്നെ അല്ല എന്ന് ഏറ്റ്, ഇന്നാന്ന് പറയണം. എന്നെ അതല്ല, എന്നേ എന്ന് ഏറ്റ് പറയാത്തവരെല്ലാം വേദവിരി. എന്ത് പറയാത്തവർ? മറിയം മനുഷ്യനെ അല്ല ദൈവത്തെ പ്രസവിച്ചു. മറിയം ദൈവത്തെ അല്ല പ്രസവിച്ചെന്ന് പറയുന്നത് പാഷണ്ഡതയാണ്. പാഷണ്ഡതകളുടെ ഒരു കാലഘട്ടത്തിലാണ് പ്രത്യേകിച്ചും സഭാപിതാക്കന്മാർ ഈ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ എഴുതിയ. പാഷണ്ഡതകളൊക്കെ വന്നതെല്ലാം ഗീതങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സഭാപിതാക്കന്മാർ സ്വീകരിച്ച ഒരു മീഡിയം എന്ന് പറയുന്നത് ഹിംസാണ്, കീർത്തനങ്ങളാണ്. അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് 3-4 നൂറ്റാണ്ടുകൾ, ആദ്യത്തെ നൂറ്റാണ്ടുകൾ നമുക്കറിയാം മതപീഡന കാലമാണ്. മതസ്വാതന്ത്ര്യ ഈഡിക്റ്റ് ഓഫ് മിലാൻ 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി പ്രഖ്യാപിച്ചതിലൂടെ മതസ്വാതന്ത്ര്യമായി. പിന്നീടാണ് ധാരാളം പള്ളികളും നമ്മുടെ മൊണാസ്ട്രീസും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ കൂടാൻ സ്വാതന്ത്ര്യം ലഭിച്ചപ്പോഴാണ് ഈ മങ്സൊക്കെ വിവിധ യാമങ്ങളിലൊക്കെ പ്രാർത്ഥിച്ച് ആ രീതിയിലേക്ക് വന്നു, ഒരു പ്രാർത്ഥനയുടെ നിയതമായ രീതിയിലേക്കൊക്കെ വന്നു. മറ്റെല്ലാം രഹസ്യത്തിലാണ്, ഭൂഗർഭ അറകളിലൊക്കെ. നിങ്ങൾ റോമിലൊക്കെ ചെന്നാൽ കാറ്റക്കോംസ് കാണാനായിട്ട് സാധിക്കും. ആദ്യത്തെ 3 നൂറ്റാണ്ടുകളിലൊക്കെ രഹസ്യമായിട്ടാണ് ആളുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്, ആരും അറിയാതെ അവരുടെ വിശ്വാസം. അവർ കാറ്റക്കോംസും ഭൂഗർഭ അറകളാണ്. ധാരാളം താഴെ ടീഫായിട്ടുള്ള സ്ഥലങ്ങളിൽ അറകൾ ഉണ്ടാക്കി അവിടെ താമസിച്ച് അവിടെ തന്നെ പ്രാർത്ഥിച്ച് അവിടെ തന്നെ ഭക്ഷിച്ച് അവിടെ തന്നെ മരിച്ച് അവിടെ തന്നെ കബറടക്കി. ഇപ്പോഴും നിങ്ങൾ കാറ്റക്കോംസൊക്കെ പോയി കാണാം. അതിനുശേഷം ഒരു 4-ാം നൂറ്റാണ്ട് മുതൽ ആണ് മതസ്വാതന്ത്ര്യം വന്നത്. ആ സമയത്തൊക്കെ നമ്മുടെ സഭാപിതാക്കന്മാർ മാർ അപ്രയം, അഫ്രാദസ്, നർസായി, ബാലായി, ജെയ്ക്കോ സാറു, ജെയ്ക്കോ ഫെഡേസ, ഇങ്ങനെയുള്ള സഭാപിതാക്കന്മാർ അവർ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പാഷണ്ഡതകളെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഉണ്ടാക്കിയ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ, ഇത്രയും കാലം നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ ചൊല്ലിയെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് അനുഭവമാകുന്നത് നമുക്ക്? പ്രസവിച്ചാൾ മറിയാം ദൈവത്തെ എന്നേൽക്കാത്തവൻ എന്ന് ഏറ്റ് അരുളാതെ, എന്ന് വിളിച്ചു പറയാതെ വിശ്വസിക്കാത്തവരെല്ലാം വേദവിരീതികളാവുന്നു. ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാലേ നമുക്ക് എല്ലാ പ്രാർത്ഥനയും എടുത്തു നോക്ക്. ചൊന്നീശൻ ശിഷ്യഗണത്തോടായി സത്യവെളിച്ചം ഞാൻ തന്നെ, ഇതിലെന്നും വാസം ചെയ്വോരെ. എന്താണ് ചൊന്നീശൻ ശിഷ്യഗണത്തോടായി പറഞ്ഞു? കർത്താവ് ശിഷ്യഗണത്തോട് പറഞ്ഞു, സത്യവെളിച്ചം ഞാനാണ്, സത്യ വെളിച്ചം. ഇതിലെന്നും വാസം ചെയ്യുവോരെ, ഇതിലെന്നും നിലനിൽക്കുന്നവരെ ഇരുൾ ഒരു നാളും പിടികൂടാ, ഒരിക്കലും അവർ അന്ധകാരത്തിലാകില്ല. ഇതെല്ലാം എന്തർത്ഥമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഷ്യസ് പാർട്ടിസിപ്പേഷൻ, നമ്മൾ ചൊല്ലുകയല്ല, ചൊല്ലുന്നതോടൊപ്പം കൂടെ പഠിക്കുകയാണ്. നമ്മുടെ ആരാധന പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കാറ്റഗേസിസ്. ഇവിടെ 150 പേരുണ്ടെങ്കിൽ 150 പേര് ഉച്ചത്തിൽ ചൊല്ലണം, സജീവമായി പങ്കുചേരണം. അന്നമ്മയും മത്തായിയും ചാക്കോച്ചേട്ടനും മാത്രം ചൊല്ലട്ട് അവരെന്തെങ്കിലും നന്മയും അനുഗ്രഹമായിട്ട് പോട്ടെന്നല്ല. എനിക്കും വേണം അനുഗ്രഹം, ഞാനും ചൊല്ലണം, സജീവമായി പങ്കുചേരണം. ചിലരെ സംബന്ധിച്ചിടത്തോളം ദണ്ട അവിടെ പള്ളി ഈ അകത്തോട്ട് കയറുന്നിടം വരെ ഭയങ്കര വർത്തമാനം, നാട്ടിലെ മണിപ്പൂർ പ്രശ്നം, അമേരിക്കയിലെ മറ്റേ പ്രശ്നം, ഈ പ്രശ്നമൊക്കെ പറഞ്ഞ് വലിയ വാചാലനായി ഇതിനകത്ത് കയറി ഒരു 3 മണിക്കൂർ അനങ്ങത്തില്ല. ആ വായ അവിടെ അടച്ചതാ. ഇനി പിന്നെ തുറക്കുന്നത് ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ കുർബാന സ്വീകരിക്കാൻ വാപൊളിച്ചെങ്കിലായി. നമ്മൾ സജീവമായി പങ്കുചേരണം, ഉറക്കെ ചൊല്ലണം. അറിയത്തില്ലെങ്കിൽ പ്രാർത്ഥനാ പുസ്തകം ചിലപ്പോഴൊക്കെ ഉള്ള ഒരു വിഷയം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വീടുകളിൽ പോയൊരു സന്ധ്യാപ്രാർത്ഥന നടത്തിയാൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞു നമ്മൾ തന്നെ ആദ്യം മുതൽ ഒന്നേക്കുവാനും പറയും. ശുഭോലാഭവും നമ്മൾ ചൊല്ലിയിട്ട് മനോബലം നമ്മൾ തന്നെ പറയണം. അറിയില്ല, സ്വർഗസ്ഥനായ പിതാവെ പോലും ചൊല്ലാൻ അറിയാൻ വയ്യാത്ത ആളുകളുണ്ട്. നമ്മൾ വശം കെട്ടുപോകും, ശ്വാസം മുട്ടിയും ചിലപ്പം താഴെ വീഴും. നമ്മൾ തന്നെ മുഴുവൻ അങ്ങ് ചൊല്ലുക.
പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ പറഞ്ഞ അറിയില്ലേ, നമ്മൾ പുസ്തകം എടുത്ത് നമ്മൾ നോക്കി ചൊല്ലണം, ഉറക്കെ ചൊല്ലണം, സജീവമായി പങ്കുചേരണം. അപ്പോൾ രണ്ടാം വത്തിക്കാൻ സുന്നതോസ് വിശുദ്ധ കുർബാന അനുഭവമാകണമെങ്കിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഒന്നാമത്തെ എന്താണ്? ഫുള്ളായിട്ട് പങ്കുചേരണം. രണ്ടാമത്തേത് ആക്റ്റീവായിട്ട് പങ്കുചേരണം. മൂന്നാമത്തെ എന്താണെന്ന് അറിയാമോ? കോൺഷ്യസ് ആയിട്ട് പങ്കുചേരണം. എന്ത്? ബോധപൂർവം പങ്കുചേരണം. ബോധമില്ലാതെ നിൽക്കാനുള്ള സ്ഥലമല്ല പള്ളി. നമ്മൾ ബോധം കിട്ടുപോകും. പള്ളിക്കകത്ത് കയറുമ്പോഴത്തേക്ക് ചില പലരുടെയും ബോധം അങ്ങ് പോവുക. അതുവരെ നല്ല ബോധമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ കയറി കഴിയുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല, 2-3 മണിക്കൂറത്തെ ബോധമില്ലാതെ നമ്മൾ നിന്ന് കളയും. എവിടാ നിൽക്കുന്നത്, എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ്, ആരോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് വളരെ ബോധപൂർവം. നമ്മുടെ ഈ പ്രാർത്ഥനകളും ഗീതങ്ങളും ഒക്കെ ചൊല്ലാനുള്ളതല്ല, വെറുതെ ചൊല്ലി അതിൻ്റെ ട്യൂണ് പറഞ്ഞങ്ങ് പോകാനുള്ളതല്ല. അതിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവശാസ്ത്ര ചിന്തകൾ, സഭാ പ്രബോധനങ്ങൾ അത് മനസ്സിലാക്കണം. അത് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ചിന്തിച്ചുകൊണ്ട് ബോധപൂർവം നമ്മളതിൽ പങ്കുചേരണം. ഇതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ സഭാപിതാക്കന്മാർ നമുക്ക് നൽകിയിട്ടുള്ള അമൂല്യ സമ്പത്താണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ചൊല്ലുന്ന കൂട്ടത്തിൽ തന്നെ ആ വരികൾക്കിടയിലൂടെ എൻ്റെ അർത്ഥം കൂടി മനസ്സിലാക്കി ചൊല്ലണം. പലർക്കും പലതിൻ്റെ അർത്ഥം അറിയത്തില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ശ്രദ്ധിക്കത്തില്ല. അവരങ്ങ് ചൊല്ലുന്നു, ട്യൂണ് പാടുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്നുകൂടി ചിന്തിച്ച് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ അത് അർത്ഥം അറിയാത്തതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എറേഴ്സ് തന്നെ, ഈ മിസ്റ്റേക്സ് തന്നെയൊക്കെ വരുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു സഭാപിതാക്കന്മാരുടെ അവരുടെ വലിയ കോൺട്രിബ്യൂഷനാണ് ഇന്ന് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള പാട്ടുകളും പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന. എന്താണ് അതിൽ? സത്യവിശ്വാസം മുഴുവൻ, സഭയുടെ ദൈവശാസ്ത്രം, സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങൾ, ഇതെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് എത്രയോ പ്രാവശ്യം പാഴായി നമ്മുടെ പ്രാർത്ഥനകളും ഗീതങ്ങളും നമ്മൾ ചൊല്ലി. എന്തെങ്കിലും ഒന്ന് ചിന്തിച്ചോ അർത്ഥം മനസ്സിലാക്കിയോ നമ്മൾ ചൊല്ലിയോ? നമ്മളങ്ങ് പാടുകയാണ്, അറിയാവുന്ന രീതിയിൽ നമ്മളങ്ങ് പാടുകയാണ്.